പറയിപ്പറ്റ പന്തിരുകുലത്തിൽ ഒരു കഥയുണ്ട്. ആ കഥ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അഗ്നിഹോത്രികളുടെ വീട്ടിൽ വായില്ല കുന്നിലപ്പൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും അച്ഛന് പിതൃകർമ്മം നടത്താനായി എത്തിച്ചേർന്നപ്പോ തലേ ദിവസം ഒരിക്കലായതുകൊണ്ട് തന്നെ തലേ ദിവസം ഗൃഹത്തിൽ വന്ന് എല്ലാവരും കിടക്കും. ആത്തേരമ്മയ്ക്ക് മനസ്സിൽ സങ്കടമായി. ഇങ്ങനെ പക്കനാരും ബാണനും ജാത്തനും അവനും ഇവനും ഒക്കെ വന്ന് ഇതിനകത്ത് കിടക്കുന്നു, ഇതെങ്ങനെ ശരിയാകുമെന്നുള്ള മട്ടിൽ അവർക്ക് വിളമ്പാനോ അവർക്കൊപ്പം നിൽക്കാനോ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാരാണ് എന്ന മട്ടിൽ തന്നെ അവരെ ശുശ്രൂഷിക്കാനോ താല്പര്യമില്ലാത്ത വിധം അന്തർജനം മുഖം ഒന്ന് കറുപ്പിച്ചപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അഗ്നിഹോത്രി ഭാര്യയെ കൈക്കു പിടിച്ചു തന്നെ കൊണ്ടുവന്ന് ഈ ഉറങ്ങിക്കിടക്കുന്നവരെ കാട്ടി എന്നാണ് കഥ. ഈ ഉറങ്ങിക്കിടക്കുന്നവർ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ജാതികളിൽ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവരായതുകൊണ്ട് ഈ വന്ന് നോക്കാൻ തന്നെ അത്തേരമ്മയ്ക്ക് വല്ലാണ്ട് വിമുഖത ഉണ്ടായിരുന്നു. പക്ഷേ ഭർത്താവ് കൊണ്ടുവന്ന് നിർബന്ധപൂർവം നോക്കാൻ ആവശ്യപ്പെട്ടപ്പോ കാണുന്നത് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ തന്നെ. എന്നെ തൊട്ടുകൊണ്ടൊന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ താൻ ആരെയാണോ തൊട്ടത്, താൻ ആരുടെയാണോ ഭാര്യയായി നിൽക്കുന്നത്, ആ ആൾ സാക്ഷാൽ നാരായണമൂർത്തിയായും ആ കിടക്കുന്നവരെല്ലാം നാരായണ അംശത്തിൽ തന്നെ സമസ്ത നാരായണന്മാരും കിടക്കുന്നതായി അവിടുന്ന് കണ്ടു എന്നൊരു സങ്കല്പമുണ്ട്. ഇത് ഐതിഹ്യമാലയിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥ എന്നെയും നിങ്ങളെയും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും പഠിപ്പിക്കുന്ന ദീപ്തമായിട്ടുള്ള പാഠം, ഇത്ര വൈജാത്യങ്ങളും ഇത്ര വ്യത്യസ്തതകളും നിലവിൽ നിന്നാലും നാം എല്ലാം ഒന്ന് എന്ന സങ്കല്പം ലോകത്തിന്റെ നെറുകയിൽ നിർത്തിക്കൊണ്ട് ലോകത്തിനോടായി തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഏക ധർമ്മമാണ് നമ്മുടേത്. അതാണ് സനാതനം.